ഹലോ ഫ്രണ്ട്സ്, യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം അതിലേക്ക് റവന്യൂ വരുന്നത് പലതരത്തിലുള്ള സോഴ്സിലൂടെയെല്ലാമാണ്. സ്പോൺസർഷിപ്പിലൂടെ, സൂപ്പേഴ്സിലൂടെ, അതുപോലെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂ, ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് റവന്യൂ എല്ലാം വരാറുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാതെ നിങ്ങൾക്ക് അഡീഷണലായി നിങ്ങളുടെ ചാനലിലേക്ക് വരുമാനമെല്ലാം കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഫീച്ചറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതിനായി ഞാൻ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏൺ എന്നതിൽ പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ ബ്രാൻഡ് കണക്ട് എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ബ്രാൻഡ് കണക്ട് എന്ന ഓപ്ഷൻ നിങ്ങളുടെ ചാനലിൽ കൂടി വന്നിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു ഓപ്ഷൻ എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്നും വരുമാനമെല്ലാം നേടുക, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം നമ്മൾ ബ്രാൻഡ് കണക്ട് എന്നതിൽ ടാപ്പ് ചെയ്യുകയാണ്. ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇത് ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ആദ്യമായി ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിത് ടേൺ ഓൺ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി നമ്മൾ ഈ പോളിസി എല്ലാം എഗ്രി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എഗ്രി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ കുറച്ച് ഓപ്ഷൻസ് എല്ലാം നമ്മൾ ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. യുവർ നെയിം, അതുപോലെ ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ കമ്പനി നെയിം എല്ലാമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്രയും കാര്യമെല്ലാം നമ്മൾ ഇവിടെ ഫിൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് എഗ്രി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ നെയിം എന്നത് നമ്മുടെ ആഡ്സെൻസിൽ കൊടുത്തിരിക്കുന്ന അതേ നെയിം എല്ലാമാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അതുപോലെ ആഡ്സെൻസിൽ കൊടുത്തിരിക്കുന്ന അതേ ജിമെയിൽ അഡ്രസ്സ് തന്നെ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം കമ്പനി എന്നത്, ഇത് നിങ്ങൾക്ക് കമ്പനി ഒന്നുമില്ല എങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. എന്നെ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഇൻഫർമേഷൻ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ഫിൽ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ആക്സെപ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് ഡൺ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ടു മാനേജ് കമ്പയിൻ, ഗോ ടു സ്റ്റുഡിയോ, ഏൺ, ബ്രാൻഡ് കണക്ട് എന്നെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്നും ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഇത് ഡെസ്ക്ടോപ്പ് മോഡിലെല്ലാം പോകേണ്ടതുണ്ട്. അതായത് ഈ ബ്രാൻഡ് കണക്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഇനി ഡെസ്ക്ടോപ്പ് മോഡിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്നും ക്രോം ബ്രൗസർ എല്ലാം യൂസ് ചെയ്ത് ഡെസ്ക്ടോപ്പ് മോഡിലെല്ലാം പോയതിനു ശേഷം വീണ്ടും കുറച്ച് കാര്യങ്ങൾ കൂടി ഫിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്തെല്ലാമാണ് അവിടെ കൊടുക്കേണ്ടത് എന്നെല്ലാം നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഏൺ എന്നതിൽ പോയി ബ്രാൻഡ് കണക്ട് എന്നതിൽ പോകുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് എല്ലാം ലഭിക്കും. മീഡിയ കിറ്റ്, അതുപോലെ ഓഡിയൻസ് ഇൻട്രസ്റ്റ്, ഫാൻസ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം ലഭിക്കുന്നുണ്ട്. മീഡിയ കിറ്റ് എന്നത് ഇത് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ അനലിറ്റിക്സ് എല്ലാമാണ്. ഇപ്പോൾ നമുക്ക് എത്ര വ്യൂസ് വരുന്നു, ഏത് ടൈപ്പിലുള്ള വ്യൂവേഴ്സാണ് നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ വരുന്നത്, ഇതെല്ലാം നോക്കിയാണ് ഒരു ബ്രാൻഡ് അവരുടെ ഒരു അഡ്വർടൈസ്മെൻ്റ് എല്ലാം തരുന്നതിന്, അല്ലെങ്കിൽ അവരുടെ പ്രൊമോഷന് വേണ്ടിയെല്ലാം സമീപിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡാറ്റയാണ് മീഡിയ കിറ്റ് എന്നെല്ലാം പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ബ്രാൻഡ് കണക്ട് കൊണ്ടുവരുന്നതിനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത്, നേരത്തെ നമുക്ക് സ്പോൺസർഷിപ്പ്, ഇത് നമ്മുടെ പുറത്തു നിന്നെല്ലാം നമുക്ക് വരുമാനമെല്ലാം ലഭിക്കുന്നതിന് സ്പോൺസർഷിപ്പ് എല്ലാം സ്വീകരിക്കാം. എന്നാൽ ഇത്തരത്തിൽ പലരും മെയിൽ അയക്കുന്നതിൽ ഈ ഒരു ലിങ്കിലെല്ലാം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചാനൽ തന്നെ നഷ്ടപ്പെടാനും ഹാക്ക് ആകാനുമുള്ള സാധ്യതയെല്ലാം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് യൂട്യൂബ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ബ്രാൻഡ് കണക്ട് എന്നൊരു ഓപ്ഷൻ എല്ലാം തന്നിരിക്കുന്നത്. ഇത്തരത്തിൽ തരുമ്പോൾ നമുക്ക് ഇനി മെയിനായി സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റ് സജസ്റ്റഡ് പ്രൈസ് എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലോങ് വീഡിയോസിനാണെങ്കിൽ ഇതിൽ നമുക്ക് എത്ര പ്രൈസ് സെറ്റ് ചെയ്യണം, അതുപോലെ ഷോർട്സ് വീഡിയോസിനാണെങ്കിൽ എത്ര പ്രൈസ് എല്ലാമാണ് നമ്മൾ ചോദിക്കേണ്ടത്, ഇതെല്ലാം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഡൺ എന്ന് കൊടുക്കാം. എന്നാൽ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു പ്രൈസ് ഒന്നും സെറ്റ് ചെയ്യുന്നില്ല എങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. കാരണം ഇത് ഓപ്ഷണൽ എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു എമൗണ്ട് എല്ലാം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു എമൗണ്ട് ബേസ് ചെയ്ത് ഫിൽട്ടർ ചെയ്യുന്നു. അത്തരത്തിൽ നിങ്ങളുടെ എമൗണ്ടിന് ഇതിനെല്ലാം ഓക്കെ ആകുന്ന തരത്തിലുള്ള അഡ്വർടൈസ്മെൻ്റ് എല്ലാം ആയിരിക്കും, അല്ലെങ്കിൽ ബ്രാൻഡുകളെല്ലാം ആയിരിക്കും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ പലരും ഇത് പ്രൈസ് ഇട്ടതിന് ശേഷം, അതായത് വലിയ ഒരു പ്രൈസ് എല്ലാം വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരുപാട് ബ്രാൻഡ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നില്ല. എന്നാൽ നിങ്ങളുടെ ചാനൽ ഒരു വലിയ ചാനലെല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രൈസ് എല്ലാം തന്നെ, അതായത് നല്ല വ്യൂസ് എല്ലാം വരുന്ന ഒരു ചാനലാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രൈസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ അധികം വ്യൂസ് ഒന്നുമില്ലാത്തവർ നമ്മുടെ ചാനലിനനുസരിച്ചുള്ള, അതായത് നമ്മുടെ വ്യൂസിനെല്ലാം അനുസരിച്ചുള്ള ഒരു പ്രൈസ് എല്ലാം സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ വലിയ ഒരു പ്രൈസ് എല്ലാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് ബ്രാൻഡുകളൊന്നും നമ്മളെ കോണ്ടാക്ട് ചെയ്യാത്ത അവസ്ഥയെല്ലാം വരാം. അതിനാൽ തന്നെ റീസണബിളായ ഒരു പ്രൈസ് എല്ലാം ഫിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്രൈസ് എല്ലാം സെറ്റ് ചെയ്ത്
ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇത് ഡൺ എന്ന് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ വ്യൂ മീഡിയ കിറ്റ് എന്നൊരു ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ അനലിറ്റിക്സ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അതായത് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എത്ര വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, യൂണീക്ക് വ്യൂസ് എത്രയുണ്ട്, വ്യൂസ് എത്രയാണ്, അതുപോലെ റിട്ടേണിംഗ് വ്യൂവേഴ്സിൻ്റെ പെർസെൻറ്റേജ്, ആവറേജ് പെർസെൻറ്റേജ് വ്യൂഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ ഡെമോഗ്രാഫിക്സ്, ഇങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻ എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ചാനലിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാം. ഇനി ഈ ഒരു അനലിറ്റിക്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് PDF എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അനലിറ്റിക്സ് എല്ലാം ഇതെല്ലാം തന്നെ നമുക്ക് സേവ് ചെയ്യാനും നമുക്ക് ബ്രാൻഡ്സുമായി ഷെയർ ചെയ്യേണ്ട അവസ്ഥയിൽ ഇതെല്ലാം ഷെയർ ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ബ്രാൻഡ് കണക്ട് ഓപ്ഷൻ എല്ലാം നിങ്ങളുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതെല്ലാം തന്നെ ഓൺ ചെയ്തു വയ്ക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലേക്ക് അഡീഷണൽ ആയ ഇൻകം എല്ലാം വരുന്നതിനും ഇതിനെല്ലാം തന്നെ ഏറെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ബ്രാൻഡ് കണക്ട് എന്നത്. പലതരത്തിലുള്ള ബ്രാൻഡുകളെല്ലാം നിങ്ങളുടെ ഈ കൊടുത്തിരിക്കുന്ന അമൗണ്ട് എല്ലാം ആക്സെപ്റ്റബിൾ ആണെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും അതുവഴി നിങ്ങൾക്ക് അഡീഷണൽ ഇൻകം എല്ലാം കൊണ്ടുവരാനും സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. അതുപോലെ നിങ്ങൾക്കും ഈ ഒരു ബ്രാൻഡ് കണക്ട് ഓപ്ഷൻ നിങ്ങളുടെ ചാനലിൽ വന്നിട്ടുണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്